വിവാദങ്ങൾക്കിടെ കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരാൻ വേണ്ടി പോവുകയാണ്. പുനഃസംഘടിപ്പിച്ച സിൻഡിക്കേറ്റാണ് ഇന്ന് ചേരുന്നത്. രാവിലെ 10 മണിക്ക് സർവകലാശാല ആസ്ഥാനത്താണ് യോഗം ചേരുക. മാസങ്ങൾക്ക് ശേഷം ചേരുന്ന യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാനുള്ള ഏക അജണ്ട മാത്രമാണുള്ളത്. ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ കേരള സർവകലാശാലയിൽ ബാക്കി നിൽക്കുമ്പോഴാണ് ഈ ഒരൊറ്റ അജണ്ടയിലേക്ക് ആ യോഗം ചുരുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഗവേഷക വിദ്യാർത്ഥികളുടെ ഫയലുകൾ നിരവധി കെട്ടിക്കിടക്കുന്നുണ്ട്. പല വിദ്യാർത്ഥികളും അവരുടെ ഫെലോഷിപ്പ് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ നിൽക്കുകയാണ്. പക്ഷേ VC-ക്ക് അതൊന്നും പരിഗണിക്കാൻ സമയമില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. നൗഫൽ എന്നോടൊപ്പം ചേരുകയാണ്. നൗഫൽ, പുനഃസംഘടിപ്പിക്കപ്പെട്ട പുതിയ UDF അംഗങ്ങളൊക്കെ വന്ന സിൻഡിക്കേറ്റ് ആണല്ലോ ഇപ്പോൾ ചേരാൻ വേണ്ടി പോകുന്നത്. ഈ ശശികുമാറിനെ മറ്റോ അല്ലേ ഇതിൻ്റെ ഇപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ ചെയർമാനോ മറ്റോ ആക്കിയിരിക്കുന്നത് അല്ലേ? ഈ ചാൻസലറായ ഗവർണർക്ക് വേണ്ടി RSS അനുകൂല നിലപാടെടുത്തു എന്ന ആക്ഷേപം കേട്ടയാൾ കൂടിയാണ് ഈ പറയുന്ന വ്യക്തി. അപ്പോൾ അങ്ങനെയുള്ള ആളെയൊക്കെ ഇപ്പോൾ സിൻഡിക്കേറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനുശേഷം ചേരുന്ന ആദ്യ സിൻഡിക്കേറ്റ് യോഗം സ്വാഭാവികമായും ചാൻസലറുടെയും VC-യുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചാകാം പ്രവർത്തിക്കാൻ പോകുന്നത് അല്ലേ? മനു, കേരള സർവകലാശാലയിൽ ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരുകയാണ്. അതായത് 3 മാസങ്ങൾക്ക് ശേഷമാണ്. നമുക്കറിയാം, കൃത്യമായ ഇടവേളകളിൽ അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനകം സിൻഡിക്കേറ്റ് ചേരണം എന്ന ഒരു വസ്തുത നിലനിൽക്കെ തന്നെയാണ് ഏറെ ആവശ്യങ്ങൾ പരിഗണിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഇതിനിടെ ഉണ്ടായിരുന്നു. എന്നാൽ മുൻകാലത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നിശ്ചയിച്ച അജണ്ടകൾ ഉൾപ്പെടുത്തണം, അതായത് അടുത്ത സിൻഡിക്കേറ്റ് ചേരുമ്പോൾ ആ അജണ്ടകൾ കൂടി ഉൾപ്പെടുത്തണം എന്ന വസ്തുത യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരൊറ്റ അജണ്ടയിലേക്ക്, അതായത് പുതുതായി നോമിനേറ്റ് ചെയ്യപ്പെട്ട സിൻഡിക്കേറ്റ് അംഗങ്ങളെ, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, അവർക്ക് വേണ്ടി പുതിയ അംഗങ്ങളെ പുനഃസംഘടിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ള ഡോക്ടർ ഷിജു ഖാൻ ഉൾപ്പെടെയുള്ളവരെ ഈ സിൻഡിക്കേറ്റിൽ നിന്ന് ഒഴിവാക്കുകയും പുതിയ നോമിനികളെ, സർക്കാരിൻ്റെ നോമിനികളായി പുതിയ ആൾക്കാരെ നിയമിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു അജണ്ട വെച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. മനു പറഞ്ഞതുപോലെ നമുക്കറിയാം, ഗവേഷണ വിദ്യാർത്ഥികളുടെ വലിയ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അവർക്ക് ഗൈഡുകളെ വിട്ടു നൽകുന്നില്ല, അതായത് അവർക്ക് റിസർച്ച് ഗൈഡുകളെ വിട്ടു നൽകാത്ത ഒരു സന്ദർഭം നിലനിൽക്കുന്നു. അവരുടെ കാര്യങ്ങളിൽ യാതൊരു തീരുമാനവും എത്താതെ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ ആഴ്ചകളിലും നമ്മളത് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യവുമാണ്. ചാൻസലർ കൃത്യമായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നില്ല. അതുമൂലം വലിയ പ്രതിസന്ധികൾ ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ, മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. അങ്ങനെയെല്ലാമുള്ള പ്രതിസന്ധി നിലനിൽക്കെ അപ്പോൾ നിന്നും സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ ഇപ്പോൾ തന്നെ കൃത്യമായി ഈ പറയുന്ന പുതിയ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നതിന് VC-ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം VC-യോട് അനുകൂല നിലപാട് സ്വീകരിച്ച പല ആളുകളും ഇപ്പോൾ UDF-ന്റെ ഭാഗമായിട്ട് ആ സിൻഡിക്കേറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, സിൻഡിക്കേറ്റിലെ ഇടത് അംഗങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി VC-ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല. അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അജണ്ടയിൽ കൊണ്ടുവരാമല്ലോ. മനു, അതുതന്നെയാണ് ഇന്നലെ തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PS സഞ്ജീവ് ഉൾപ്പെടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ശശികുമാർ ഉൾപ്പെടെ, അതായത് UDF ബോധപൂർവം ശശികുമാർ എന്ന് പറയുന്ന സംഘപരിവാറിന്റെ നാവായി പ്രവർത്തിച്ചിരുന്ന ഒരാളെ ഉൾപ്പെടെ ഈ UDF സർക്കാർ ഓർഡറിൽ സിൻഡിക്കേറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തു എന്ന ഒരു ആരോപണം കൂടി SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. അത്തരത്തിൽ ഈ പറയുന്ന സർക്കാരിനും അല്ലെങ്കിൽ VC-ക്കും, VC നമുക്ക് അല്ലാതെ തന്നെ അറിയാം, സർവകലാശാലയെ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ആ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്ന ആളാണ്. അദ്ദേഹത്തിനും ഈ പറയുന്ന സർക്കാരിനും അനുകൂലമായ ആൾക്കാരെ സിൻഡിക്കേറ്റിലേക്ക് തിരികെ കയറ്റുന്നു. അവരുടെ നയങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാതെ സർവകലാശാലയ്ക്കകത്ത് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്ന രീതിയിൽ സംരക്ഷണം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 90 ദിവസങ്ങൾക്ക് ശേഷം സർവകലാശാല ചട്ടങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് 90 ദിവസം, അതായത് 3 മാസമായി സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിട്ട്, അതായത് സത്യപ്രതിജ്ഞ ചെയ്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്ത ഒരു യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും അനുവദിക്കാതെ നീണ്ടുപോവുകയായിരുന്നു. അതായത് ഇതുവരെയും ആ യൂണിയൻ പോലും സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. കേരള സർവകലാശാലയിൽ യൂണിയൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചു വന്നതേ ഉള്ളൂ. പക്ഷേ അതിന് പോലും അനുവാദം നൽകാത്ത VC ഡോക്ടർ മോഹനൻ കുന്നുമേലാണ് ഇപ്പോൾ ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ഒരൊറ്റ അജണ്ട, അതായത് പ്രധാന കാര്യം നേരത്തെ പറഞ്ഞതുപോലെ മുൻകാല അജണ്ടകൾ, കഴിഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയൊക്കെ കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗങ്ങളിലേക്ക് അജണ്ടകൾ നിലനിൽക്കുന്നുണ്ട്. ആ അജണ്ടകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരേ ഒരു അജണ്ടയിലേക്ക് മാത്രം ചുരുക്കിക്കൊണ്ടാണ് ഇന്ന് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ തന്നെ മനു പറഞ്ഞതുപോലെ കാര്യങ്ങൾ വ്യക്തമാണ്. അവർക്ക് അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി RSS-നെയും കാവ്യവൽക്കരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടേതുൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല, ഇതൊക്കെ VC മറുപടി പറയേണ്ട കാര്യമെന്നാണ്. VC തന്നെ പ്രകാരം ഈ സർവകലാശാലയിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തുന്നു എന്നതിന് UDF ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി എന്നെ വല്ലാതെ രസിപ്പിച്ചു. അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്, റോജി എം ജോൺ പറയുന്നത്,
ഈ സിൻഡിക്കേറ്റ് പുനഃസംഘടിപ്പിച്ചത് അതൃപ്തിയുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്. പക്ഷേ അതൃപ്തി എന്തിനാണെന്നറിയാമോ നൗഫൽ? ഈ പേരുകൾ അദ്ദേഹത്തെ അറിയിച്ചില്ല എന്നതിൽ മാത്രമേ ഉള്ളൂ. അതിൽ സംഘപരിവാർ അനുകൂലികളുണ്ടോ അല്ലെങ്കിൽ ഈ ഗവർണർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരുണ്ടോ എന്നതിലൊന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പ്രശ്നമില്ല. അദ്ദേഹത്തെ അറിയാതെ പുനഃസംഘടിപ്പിച്ചു എന്നത് മാത്രമാണ് അതൃപ്തി. തീർച്ചയായും തന്നെയാണ് റോജി എം ജോണിനോട് നമ്മൾ ആവർത്തിച്ച് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇതിനെ ഒഴിഞ്ഞു മാറുകയാണ്. ഇതിനെക്കുറിച്ച് മനു പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സർവകലാശാലയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും വകുപ്പ് മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി റോജി എം ജോൺ അറിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യമുണ്ട്. അതായത് ഇവിടെ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യം, കാർഷിക സർവകലാശാലയിലടക്കം ഇതുപോലെ VC നിയമിച്ചപ്പോൾ അന്നും മന്ത്രി ടി സിദ്ദീഖ് പറഞ്ഞത് സർക്കാർ കൊടുത്ത, അതായത് സർക്കാർ നൽകിയ ആ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരാളെ RSS അനുകൂലിയായിട്ടുള്ള ഒരാളെയാണ് കാർഷിക സർവകലാശാലയിൽ അന്ന് നിയമിച്ചത്. അപ്പോൾ അന്ന് ആ വകുപ്പ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ടി സിദ്ദീഖ് പറഞ്ഞത് അത് കൂടുതൽ അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്, അല്ലെങ്കിൽ ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമിച്ചത് എന്നൊരു ന്യായം പറഞ്ഞ UDFിൻ്റെ എല്ലാ മന്ത്രിമാരും, പ്രത്യേകിച്ച് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഇപ്പോൾ മന്ത്രി റോജി എം ജോണിനടക്കം നമ്മൾ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അതായത് പ്രത്യക്ഷത്തിൽ പറയുന്നു തങ്ങൾക്ക് അതിനോട് എതിർപ്പാണ്, യോജിപ്പില്ല എന്ന് പറയുമ്പോൾ കേവലം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ്. അന്ന് നമുക്കറിയാം ഈ സർവകലാശാല 3 VCമാരും RSSന്റെ പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോൾ പോലും കേവലം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാത്രം ഈ പ്രതിഷേധം അറിയിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിവാക്കിയവരാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഉൾപ്പെടെയുള്ളവർ. ഇക്കാര്യത്തിലും വരുമ്പോൾ അത് തങ്ങൾ ഒന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ, അല്ലെങ്കിൽ ഇത് മൗനാനുവാദം ഇതിനൊക്കെ നൽകുന്നു എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതിന് ബദലായിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ മുഴുവൻ കോളേജുകളിലും AKSUയുടെ, അതായത് ഇടതുപക്ഷ അധ്യാപക സംഘടനയായ കോളേജ് അധ്യാപക സംഘടന ഇന്ന് കരിദിനമായി, അല്ലെങ്കിൽ ഇന്ന് പ്രതിഷേധ സൂചകമായ ഒരു ദിനം കൂടി ഇന്ന് ആചരിക്കുന്നുണ്ട്. മനു. ശരി, ഓക്കെ, താങ്ക് യു നൗഫലാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോട് ഈ കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞു തന്നത്. ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ വേണ്ടി പോവുകയാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ച് ഒരു വിഷയവും ആ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അജണ്ടയിലില്ല. ഇതിൽ ഗവേഷക വിദ്യാർത്ഥികളുടെ അവസ്ഥയാണ് കേട്ടോ ഏറ്റവും പരിതാപകരം. ഇപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുണ്ട്, അദ്ദേഹം ഇവിടെ ഫെലോഷിപ്പ് കിട്ടി നിൽക്കുകയാണ്. പക്ഷേ VCയുടെ ഒപ്പ് കിട്ടാത്തതുകൊണ്ട് ഇതാ 2 മാസത്തിനുള്ളിൽ ആ ഫെലോഷിപ്പ് അസാധുമായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇതുവരെ VC അതിൽ ഒപ്പിട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഒപ്പിടാതിരിക്കുന്നത് എന്നതിലൊരു വ്യക്തതയുമില്ല. നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് സർവകലാശാല ഇടപെടാൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം VCയുടെ ഇടപെടലിനെതിരെ കോടതിയിൽ പോയി നിയമപരമായും ഒപ്പം തന്നെ രാഷ്ട്രീയപരമായും നേരിട്ടിരുന്ന ഒരു സർക്കാർ സംവിധാനമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ സർക്കാർ മാറി പുതിയ സർക്കാർ വന്നപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഗവർണറുമായോ ചാൻസലറുമായോ ഗുസ്തിക്ക് താല്പര്യമില്ല എന്നാണ്. ഇത് എന്തോന്ന് ഗുസ്തി? ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതിയുള്ള നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിവാർ വൽക്കരണത്തിനെതിരെയുള്ള പ്രതിരോധമാണ് എന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ UDF ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്നതാണ് അതിലെ ഒരു സവിശേഷകരമായ സാഹചര്യം എന്ന് പറയുന്നത്. ആ സാഹചര്യം അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നങ്ങൾ ഇതേപടി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. സമരസപ്പെട്ടു പോവുക എന്നതാണ് UDF ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്ന് നമ്മൾ ഈ പോയ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും സംഘപരിവാർ അനുകൂലികളായ പലരും ഇനി VCമാരായി പല യൂണിവേഴ്സിറ്റികളിലേക്കും വരും. അതിലൊന്നും നമ്മൾ അത്ഭുതപ്പെട്ടിട്ടോ ആശങ്കപ്പെട്ടിട്ടോ കാര്യമില്ല.